സർഗകേരളി ചാനലിലേക്ക് സ്വാഗതം. ബ്രഹ്മജ്ഞ സംവാദം എന്ന ഉപനിഷത്ത് കഥയുടെ രണ്ടാം ഭാഗം കേൾക്കാം. സമർപ്പണം PMN നമ്പൂതിരി. അവതരണം ഗായത്രി ജഗദീശൻ. യാജ്ഞവൽക്യനുമായി വാദപ്രതിവാദം നടത്താനായി സദസ്സിലുള്ള മറ്റു പണ്ഡിതന്മാർ തീരുമാനിച്ചു. അങ്ങനെ ആദ്യമായി ഹോതാവായ അശ്വലൻ ചോദ്യങ്ങൾ ചോദിക്കുവാനായി ആരംഭിച്ചു. അശ്വലൻ ചോദിച്ചു: അല്ലയോ യാജ്ഞവൽക്യ, നീ ബ്രഹ്മിഷ്ഠനെങ്കിൽ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയുക. ഇതെല്ലാം മൃത്യുവിനാൽ, അതായത് മരണത്താൽ വശീകരിക്കപ്പെട്ടതാണ്. മരണം സംഭവിക്കാത്തതായി യാതൊന്നും പ്രപഞ്ചത്തിലില്ല. എല്ലാം മരണത്തിന് കീഴടങ്ങുന്നതാണെങ്കിൽ യാഗത്തിന്റെ യജമാനന് മൃത്യുവെന്ന അവസ്ഥയെ അതിക്രമിച്ച് മുക്തനായി തീരുവാൻ എങ്ങനെ സാധിക്കും? അശ്വലന്റെ ചോദ്യം കേട്ട് യാജ്ഞവൽക്യൻ പറഞ്ഞു: വാക്കുകൊണ്ട് യജമാനന് മൃത്യുവിനെ അതിക്രമിക്കാൻ, അതായത് കീഴടക്കാൻ സാധിക്കും. ഇവിടെ മൃത്യു എന്ന് പറയുന്നത് സ്വാഭാവികമായ അജ്ഞാനം നിമിത്തമുണ്ടാകുന്ന ഇന്ദ്രിയ വിഷയ സംസർഗത്തിലുള്ള ആസക്തിയാണ്. കർമ്മരൂപമായ വിഷയാസക്തിയെ അതിക്രമിക്കാൻ വാഗാദികളാകുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ആത്മാഭിമുഖമാക്കണം. അത് കേട്ട് അശ്വലൻ വീണ്ടും ചോദിച്ചു: യാജ്ഞവൽക്യ, രാപ്പകലുകൾക്ക് അധീനമായിട്ടാണ് ലോകത്തിൽ എല്ലാം നടക്കുന്നത്. കാലത്തിനു വിധേയമാണ് എല്ലാം. ആഹോരാത്രങ്ങളാകുന്ന മൃത്യുവിന് എല്ലാം അടിമപ്പെടുന്നു. എങ്കിൽ അതിനെ എങ്ങനെ അതിക്രമിച്ച് മുക്തനായി തീരാനാകും? അപ്പോൾ യാജ്ഞവൽക്യൻ പറഞ്ഞു: കണ്ണുകൊണ്ട്. കണ്ണുകളാകുന്ന ആദിത്യനെ കൊണ്ട് കാലമാകുന്ന മൃത്യുവിനെ അതിക്രമിക്കുക. ആദിത്യന് രാപ്പകലുകൾ സംഭവിക്കുന്നില്ല. ആദിത്യനാണ് താൻ എന്ന ഉപാസനയെ കൊണ്ട് സ്വയം ആദിത്യനായി തീർന്നവനെ രാപ്പകലുകൾ ബാധിക്കുന്നില്ല. ഇത് കേട്ട് അശ്വലൻ വേറെയും ചില ചോദ്യങ്ങൾ യാജ്ഞവൽക്യനോട് ചോദിക്കാൻ തുടങ്ങി. അശ്വലന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ബ്രഹ്മജ്ഞനായ യാജ്ഞവൽക്യൻ വളരെ സൗമ്യനായിട്ടാണ് മറുപടി കൊടുത്തത്. അതോടെ അശ്വലൻ പരാജയം സമ്മതിച്ച് പിന്തിരിഞ്ഞുപോയി. അതിനുശേഷം ജരത്കാരു ഗോത്രത്തിൽ ജനിച്ച ആർത്തഭാഗൻ എന്ന പണ്ഡിതൻ യാജ്ഞവൽക്യനോട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ ആരംഭിച്ചു. ആർത്തഭാഗൻ ചെറിയ ചെറിയ ചോദ്യങ്ങൾ തുടരെ തുടരെ വേഗം ചോദിച്ചു. ഗ്രഹങ്ങൾ എത്രേ? അതിഗ്രഹങ്ങൾ എത്രേ? അവ ഏതെല്ലാം? മരണത്തെ ഭക്ഷിക്കുന്നത് ആരാണ്? മരണസമയത്ത് പ്രാണന് എന്തു സംഭവിക്കുന്നു? എന്നിങ്ങനെ ആർത്തഭാഗന്റെ ചോദ്യങ്ങൾക്ക് യാജ്ഞവൽക്യൻ ഉത്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇരുവരുടെയും സാമർത്ഥ്യം കണ്ട് മറ്റു പണ്ഡിതന്മാരെല്ലാവരും അമ്പരന്നുപോയി. അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെട്ടു. വാദപ്രതിവാദങ്ങൾക്കിടയിൽ ഇരുവർക്കും പരസ്പരം ബഹുമാനം തോന്നി. ആർത്തഭാഗന്റെ ശാന്തമായ ചോദ്യങ്ങൾ യാജ്ഞവൽക്യനെ ആകർഷിച്ചു. യാജ്ഞവൽക്യൻ പറഞ്ഞു: സൗമ്യനായ ആർത്തഭാഗ, കൈതരിക. അഭിനന്ദനങ്ങൾ. നാം രണ്ടുപേരും മാത്രമായി ഇനി ഇതിനെപ്പറ്റി നിരൂപണം ചെയ്യാം. വരൂ, ഈ പൊതുസഭയിൽ വച്ച് ഇനി ഇതിനെപ്പറ്റി നിരൂപണം ചെയ്യേണ്ടതില്ല. അവർ രണ്ടുപേരും പണ്ഡിതന്മാരുടെ സഭയിൽ നിന്ന് പുറത്തുപോയി നിരൂപണം ചെയ്തു. ഒരുവന്റെ കർമ്മഫലം, പുണ്യം, പാപം എന്നിവയെക്കുറിച്ചാണ് അവർ രഹസ്യ ചർച്ച നടത്തിയത്. എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം തരുന്ന യാജ്ഞവൽക്യനെ തോൽപ്പിക്കാൻ തനിക്ക് സാധിക്കുകയില്ലെന്ന് മനസ്സിലാക്കിയ ആർത്തഭാഗൻ ചോദ്യങ്ങളിൽ നിന്ന് പിന്തിരിയുകയും സ്വയം പരാജയം സമ്മതിക്കുകയും ചെയ്തു. ഈ കഥയുടെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.